തുടർഭരണം വേണ്ടെന്ന പരാമർശത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല. ഞാൻ പറഞ്ഞത് ബംഗാളിലെ അനുഭവം കൂടി മനസ്സിൽ വെച്ചിട്ടാണ്. ഭരണ തുടർച്ച പ്രസ്താവനയിൽ സൈബർ ഇടങ്ങളിൽ വിമർശനം ശക്തമായതോടെയാണ് കവിയുടെ പ്രതികരണം. ഫാസിസത്തിനെതിരെ പണ്ടേ പ്രതികരിച്ച ആളാണ് താൻ. അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തതോ കൽബുർഗിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് താൻ സാഹിത്യ അക്കാദമിയിൽ നിന്ന് പുറത്തു വന്നതോ പലർക്കും അറിയില്ല. മാർക്സിസ്റ്റ് ചിന്തകൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നും സച്ചിദാനന്ദൻ വിശദീകരിച്ചു. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിലാണെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ എഴുതി. ഭരണമാറ്റം വേണമെന്നുള്ള കെ സച്ചിദാനന്ദന്റെ പ്രസ്താവന ഗൗരവത്തിൽ കാണുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. വിമർശനം കേട്ടാൽ ഇടതുപക്ഷം കാതുപൊത്തിപ്പിടിക്കില്ല, അസഹിഷ്ണുവാകില്ല. സത്യഭാഷ പോലൊരാളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളതിനെ അഗൗരവത്തിൽ കാണും. ഭരണമാറ്റം ഉണ്ടാവണമെന്നുള്ള കെ സച്ചിദാനന്ദന്റെ വിമർശനത്തെ തെറ്റുതിരുത്തലിനുള്ള അവസരമായി കാണുന്നുവെന്ന് തോമസ് ഐസക് പറഞ്ഞു. തിരുത്തേണ്ടത് തിരുത്തും. അത് ആര് ചൂണ്ടിക്കാണിച്ചാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ പരിശോധിക്കും. അപ്പൊ ആ രീതിയിലെ ഈ വിമർശനങ്ങൾ കാണുന്നുള്ളൂ. ഇതിനിടെ കെ സച്ചിദാനന്ദനെതിരെ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി രംഗത്തെത്തി. പ്രതികരണങ്ങളിൽ ഓർമ്മയും യുക്തിയും നഷ്ടമാകുന്നതായി സച്ചിദാനന്ദൻ ഈയിടെ പറഞ്ഞുവെച്ചിട്ടുണ്ട്. അത്തരം വിചിത്രമായ ഒരു പ്രസ്താവനയായി കേരളം ഇതിനെ കണക്കാക്കുമെന്നും കരിവള്ളൂർ മുരളി പ്രതികരിച്ചു. മീഡിയ 1 തൃശൂർ.